നമസ്കാരം. ഇന്ന് അത്യപൂർവമായ ദിവസമാകുന്നു. പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുന്നു. കുംഭമേളയിലെ അമാവാസി നാളിൽ, അതായത് മൗനി അമാവാസി നാളിൽ ലോകത്തിലെ എല്ലാ പുണ്യനദികളിലും അമൃതിന്റെ അംശം കാണുന്നതാണ്. ഈ പുണ്യനാളിൽ ഭൂമിയിൽ ദൈവിക ചൈതന്യം നിറയുന്നു. ഇതിനാൽ തന്നെ ഓരോ വിശ്വാസിക്കും അതീവ പ്രാധാന്യം നിറഞ്ഞ ദിവസമായി ഇന്നേ ദിവസം മാറുന്നതുമാണ്. ജീവിതത്തിൽ പല ഗുണകരമായ മാറ്റങ്ങളും വന്നു ചേരുവാൻ ഈ ദിവസം സഹായകരമാണ്. അത്തരത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നവർക്ക് ചില ശുഭകരമായ സൂചനകൾ ഇന്നേ ദിവസം ലഭിക്കുന്നതുമാണ്. ആ ശുഭ സൂചനകളെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തേതായ ലക്ഷണം, ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിലേക്ക് കാക്ക വരികയും നിങ്ങൾ നൽകുന്നതായ ആഹാരം കഴിക്കുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. ശുദ്ധജലമാണ് എങ്കിലും കുടിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. വരാൻ പോകുന്ന സൗഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ഇന്നേ ദിവസം കാക്ക വീടുകളിൽ കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്. കാക്ക കുഴി കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ മഹാഭാഗ്യം അഥവാ അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിൻ്റെ സൂചനയാകുന്നു. നീല നിറത്തിലുള്ള വസ്ത്രം ഇന്നേ ദിവസം ലഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. ശനിദേവന്റെ പ്രീതി അഥവാ ശനി ശിവപ്രീതി നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും ഉടനെ കർമ്മരംഗത്ത് ഉയർച്ച, സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. തൊഴിൽ രഹിതരായ വ്യക്തികളാണ് എങ്കിൽ തൊഴിൽപരമായ നേട്ടങ്ങൾ, ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിൻ്റെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കും. ക്ഷേത്രത്തിലെ പ്രസാദം ഇന്നേ ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്താതെ തന്നെ ഇന്നേ ദിവസം ലഭിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നതായ ഭാഗ്യം, പല കാരണങ്ങൾ കൊണ്ടും തടസ്സപ്പെട്ടിരിക്കുന്നതായ ആ ഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ലഭിക്കുക. കൂടാതെ ഇന്നേ ദിവസം ശംഖുപുഷ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു. കൂവളയില ലഭിക്കുന്നതും വിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിൻ്റെ സൂചനയായും കണക്കാക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ചില പ്രത്യേകമായ കാര്യങ്ങൾ വീടുകളിൽ സംഭവിച്ചു എന്ന് വരാം. കൂടുതൽ സ്വർണപ്രഭയോടെ ആ വിളക്ക് തെളിഞ്ഞു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം ഭസ്മത്തിന്റെ വിഭൂതിയുടെ ഗന്ധം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും സംഭവിക്കാത്ത രീതിയിൽ തന്നെ ഇന്നേ ദിവസം വീട്ടിൽ പരക്കുന്നതാണ്. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാകുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ഭഗവാന്റെ ചിന്ത മനസ്സിലേക്ക് കടന്ന് വരുന്നതായ അവസരത്തിൽ വിളക്ക് തെളിയിക്കുമ്പോഴെല്ലാം ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതീവ ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ, വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ശരീരത്തിന്റെ ചൂട് വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിക്കുന്നു, അതിൻ്റെ വ്യക്തമായ സൂചനയാകുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകാം. പല ആഗ്രഹങ്ങളും നടക്കാത്തതായ സാഹചര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നു. ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് അർത്ഥമാക്കുവാൻ സാധിക്കും. ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. മറ്റൊന്ന് സന്തോഷമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കടന്നു വരും. മനസ്സ് വളരെയധികം സന്തോഷിക്കുന്നതായ സാഹചര്യം. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് വന്നു ചേരുക. ഇത് വരാൻ പോകുന്ന സൗഭാഗ്യത്തെ, അനുകൂലമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. കാര്യ തടസ്സങ്ങൾ, ദുരിതങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതിൻ്റെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊരു ലക്ഷണം, സന്തോഷകരമായ വാർത്തകൾ,
ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക എന്നതാണ്. ജീവിതത്തിലേക്ക് ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു. സൗഭാഗ്യം നൽകുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായും പരാമർശിക്കാം. വളരെ കാലമായി ചില വ്യക്തികളെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. അത്തരത്തിൽ നിങ്ങൾക്ക് കാണുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു വ്യക്തിയെ ഇന്നേ ദിവസം കാണുക. അവർ നിങ്ങളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ് എങ്കിലും ശുഭകരമായ ഒരു ലക്ഷണമാണ്. വന്നു ചേരാൻ പോകുന്ന തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് സൗഭാഗ്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന വ്യക്തമായ സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഒരു വ്യക്തി അതിരാവിലെ ഉണരുക എന്ന കാര്യം ഏവർക്കും അറിയാം. ഒരു വ്യക്തി അതിരാവിലെ ഉണരേണ്ടത് അനിവാര്യമാകുന്നു. ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ തന്നെ വിളക്ക് തെളിയിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്രമേൽ വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു. എന്നാൽ ചില വ്യക്തികൾ തീർത്തും വ്യത്യസ്തരായിരിക്കും. ജന്മജന്മാന്തരങ്ങളായി ആരാധിക്കുന്ന ദേവതയുടെ അനുഗ്രഹം ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ഈ ജന്മത്തിലും അറിയാതെ ആ ദേവതയോട് ഒരു പ്രത്യേക ആകർഷണവും ഇവർക്ക് തോന്നുന്നതാണ്. കുടുംബത്തിലെ എല്ലാവരും ചിലപ്പോൾ ശിവഭക്തരാകാം. എന്നാൽ ഒരാൾക്ക് മാത്രം ശ്രീകൃഷ്ണ ഭഗവാനോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നതാണ്. അഥവാ ആ വ്യക്തി ഭഗവാനെയായിരിക്കും കൂടുതലായും ആരാധിക്കുക. എങ്കിൽ അത് മുൻജന്മ ബന്ധത്താലാണ് എന്നതാണ് വാസ്തവം. അത്തരത്തിൽ നിങ്ങൾക്ക് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഇന്നേ ദിവസം ഉണരുവാൻ സാധിക്കുന്നത് ഈ ദേവതയുടെ അനുഗ്രഹത്താലാകാം. പലർക്കും ലഭിക്കാത്തതായ ഭാഗ്യമാകും. എന്നാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നു. ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ പോലും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്. അതായത് ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ തനിയെ ഉണരുന്നു. ആരോ വിളിച്ചതുപോലെ നിങ്ങൾ ഉണരുന്നു എന്നതാണ് വാസ്തവം. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അതും ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്. ഇഷ്ടദേവത, മുൻജന്മ ബന്ധമുള്ള ആ ദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. ഭഗവാന്റെ അനുഗ്രഹത്താൽ കൂടിയാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ഇഷ്ടദേവതയുടെ ചിത്രം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ പോലും അത് വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്. ഇന്നേ ദിവസം അവിചാരിതമായി നിങ്ങൾ ഇഷ്ടദേവതയുടെ ചിത്രങ്ങൾ വളരെയധികം കാണുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ, അപ്രതീക്ഷിതമായി സംഭവിക്കുകയാണ് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇഷ്ടദേവതയുമായി ബന്ധപ്പെട്ട ചിത്രം നിങ്ങൾക്ക് ലഭിക്കുന്നു. സമ്മാനമായോ അല്ലെങ്കിൽ അവിചാരിതമായോ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാവുന്നതാണ്. ഇന്നേ ദിവസം ഭഗവാന്റെ നാമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ അറിയാതെ നാവിലേക്ക് കടന്നു വരും. എപ്പോഴും അറിയാതെ ഈ മന്ത്രങ്ങൾ, ഈ നാമങ്ങൾ നിങ്ങൾ ഉരുവിടുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലപ്പോഴും നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. ഇന്നേ ദിവസം പതിവിലും വിപരീതമായി ധാരാളമായി പൂക്കൾ വീടുകളിൽ വിടരുന്നു എങ്കിൽ അതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം വീടുകളിൽ ഉപ്പന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതും സർപ്പത്തെ അല്ലെങ്കിൽ പാമ്പിനെ കാണുന്നതും വളരെ വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നതായ അവസരത്തിലോ ഈ ലക്ഷണം കാണുകയാണ് എങ്കിൽ അതും അതീവ ശുഭകരമാകുന്നു. നിങ്ങൾ വീടുകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പൂക്കൾ കൊണ്ടുപോയിട്ടുണ്ടാകാം. ഈ സമർപ്പിച്ച പൂക്കൾ വിഗ്രഹത്തിൽ നിന്നും താഴെ വീഴുന്നതായി നിങ്ങൾക്ക്, ഇളക്കം തട്ടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അതും ശുഭകരമായ ലക്ഷണമാകുന്നു. അത് നിങ്ങൾ വീടുകളിൽ വിളക്കിന് മുൻപിൽ സമർപ്പിച്ച പുഷ്പങ്ങളാകാം. എന്നാൽ ആ പുഷ്പത്തിന് ഇളക്കം തട്ടുകയോ സമർപ്പിച്ച ഉടനെ താഴേക്ക് വീഴുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ്. അപ്രതീക്ഷിതമായി താഴെ വീഴുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും പ്രകടമാവുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യങ്ങളുടെ സൂചന തന്നെയാകുന്നു.